ബി.ജെ.പിയുടെ പൊളിറ്റിക്സ് പറയുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിൽ പറയുമ്പോൾ, ക്രിസ്ത്യാനികൾക്കിടയിൽ നിന്ന് കേൾക്കുന്ന ഒരു വിമർശനമാണ് ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനികൾ വേട്ടയാടപ്പെടുന്നില്ലേ? ശരിക്കും അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അതെങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഒരു വിമർശനം വരുമ്പോൾ എങ്ങനെയാണ് നേരിടുന്നത് ബി.ജെ.പി? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇവിടെ പലപ്പോഴും ഇവിടുത്തെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നം, നമ്മൾ കാര്യമുള്ള കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഉടനെ കാര്യമില്ലാത്ത കാര്യം വെച്ച് അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയം ഇവിടെ കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ കൾച്ചറിൻ്റെ ഭാഗമാണ്. ആ ഒരു പൊളിറ്റിക്കൽ കൾച്ചറിൽ നിന്ന് മാറേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. എന്തെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ഉടനെ തന്നെ ഈ ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവം എടുക്കും, അതിനെ പർവ്വതീകരിച്ച് അത് ഇവിടുത്തെ എന്താ പറയുക മുഖ്യധാര മെയിൻ അന്നത്തെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിഷയമായിട്ട് ഒരാഴ്ച 10 ദിവസം ഒരു മാസം ചർച്ച ചെയ്യും. അതിനൊപ്പം മാധ്യമങ്ങൾ നിൽക്കുകയും ചെയ്യും. പലപ്പോഴും മാധ്യമങ്ങൾ ചെയ്യുന്നൊരു അനീതി അതാണ്. അത് രാഷ്ട്രീയപരമായിട്ട് ആളുകളിൽ ഭയമുണ്ടാക്കി ആളുകളെ കൊണ്ട് ബി.ജെ.പിക്ക് വോട്ട് ചെയ്യരുത് എന്നൊരു തോന്നലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യയിൽ ഞാൻ വർഷങ്ങൾ നോർത്ത് ഇന്ത്യയിൽ കഴിഞ്ഞൊരു വ്യക്തിയാണ്. ഇപ്പോഴും നോർത്ത് ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. നോർത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയൊരു ഭൂപ്രദേശമാണ്. കോടിക്കണക്കിന് മനുഷ്യർ താമസിക്കുന്ന പലതരത്തിലുള്ള വിവിധ ഭാഷകൾ, വിവിധ വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ, വൈവിധ്യമാർന്ന രീതികൾ ഒക്കെ ഉള്ള സ്ഥലമാണ്. നമ്മളെപ്പോഴും കേരളത്തെയും നോർത്ത് ഇന്ത്യയെ വെച്ച് കമ്പയർ ചെയ്യുന്നത് എല്ലാം യൂണിഫോമാണ്, നമ്മളെപ്പോലെ തന്നെയാണ് അവരും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മളെപ്പോഴും അവരെ കാണുന്നത് പോലും പലപ്പോഴും. ഇപ്പോൾ ഉത്തർപ്രദേശിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പലയിടത്തുമുള്ള രീതി അത് വർഷങ്ങളായിട്ട് അവിടെ നിലനിന്ന് പോകുന്ന രീതിയാണ്. അതിന് ചരിത്രപരമായ കാരണങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ചിലയിടത്ത് ചെന്ന് കഴിഞ്ഞാൽ പല ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ ജാതി അടിസ്ഥാനത്തിലുള്ള ഗ്രാമങ്ങളായിരിക്കും. ഇപ്പം ജാട്ടിൻ്റെ ഗ്രാമം കഴിഞ്ഞാൽ ആയിരിക്കും രാജ്പുത്തിൻ്റെ ഗ്രാമം വരുന്നത്, അത് കഴിഞ്ഞിട്ടായിരിക്കും ബ്രാഹ്മിൺസിൻ്റെ ഗ്രാമം വരുന്നത്. ഇവരെല്ലാം ചിലപ്പോൾ ഗ്രാമങ്ങളിൽ സെപ്പറേറ്റ് ആയിരിക്കും ജീവിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാമത്തിൽ മറ്റ് ഉള്ളവരൊന്നും താമസിക്കത്തില്ല. അത് ഇന്നത്തെ ഇപ്പോൾ കേരളത്തിലെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ തെറ്റാണ്. ഇത് 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 ഇവർ ഭയങ്കരമായിട്ട് വളരെ ചെറിയ മനസ്സുള്ള മനുഷ്യരാണ്, അവർ എന്താ പറയുന്നത്, അവർ വളരെ നാരോ മൈൻഡഡ് ആണ് എന്ന് അവരിങ്ങനെ എന്തിനാണ് ജാതി അടിസ്ഥാനത്തിൽ ഗ്രാമങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതൊക്കെ ചിന്തിച്ചു പോകും. പക്ഷേ ഇതിനകത്ത് അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആളുകൾക്ക് അറിയത്തില്ല. കാരണം ഈ ഇതിനകത്തുള്ള പ്രൊഫഷൻ, ഉദാഹരണത്തിന് ജാട്ട് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി കൂടുതലും കർഷകരാണ്. ആ രീതിയിലുള്ള കർഷകരായിരിക്കത്തില്ല ബ്രാഹ്മിൺസ്. അവർക്ക് വേറെ പ്രൊഫഷൻ ആയിരിക്കും. കർഷകരുണ്ടാവും, പക്ഷെ അവരുടെ മെയിൻ സ്ട്രീം വേറെ വർക്കുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പം ദളിത്തിൻ്റെ ഒരു കമ്മ്യൂണിറ്റി വരും, അവർ വേറെ പ്രൊഫഷനിലായിരിക്കും. അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ കുമാർ എന്ന് പറഞ്ഞാൽ പോട്ടറി ഇവിടെ ഇപ്പോൾ കേരളത്തിലില്ല, അത് വളരെ കുറച്ചേ ഉള്ളൂ. അവിടെ അത് ഒരു ഗ്രാമമായിട്ട് തന്നെ ജീവിക്കുന്നുണ്ടാവും. അവരെന്തിനാണ് ഒരുമിച്ച് ജീവിക്കുക വെച്ചാൽ അവരുടെ പ്രൊഫഷനെ നിലനിർത്താനാണ് ഒന്നാമത്തെ ഒരു വലിയ ഘടകം. 2, വർഷങ്ങളിലായിട്ട് പല ജാതികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അതിനകത്ത് അവരുടേതായ കാരണങ്ങളുണ്ട്. കാരണം അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പം അവരുടെ കമ്മ്യൂണിറ്റിയുടെ രീതികളും അവരുടെ ജീവിത രീതികളും അവരുടെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവരെന്നും ആഗ്രഹിക്കുന്ന പല കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ തമ്മിൽ കൂടുതൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന കരുതി ബുദ്ധിപൂർവ്വം പണ്ട് തന്നെ ആളുകൾ അവരെ എന്താ പറയുക അവരുടെ തലമുതിർന്ന ആളുകൾ തീരുമാനിച്ചിട്ടുണ്ടാവും നമ്മളെന്തിനാ അങ്ങനെ ജീവിക്കും, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഒരു സ്ഥലത്ത് ജീവിക്കാം. ഇത് തെറ്റാണോ ശരിയാണോ എന്ന് ആർക്കും നിർവചിക്കാൻ സാധിക്കില്ല. കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾ പറയും ഇത് തെറ്റാണെന്ന് പറയും, പക്ഷേ അതിൻ്റേതായിട്ടുള്ള ശരികളും ഉണ്ടാവും. ഇങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡും കോംപ്ലക്സുമാണ് നമ്മുടെ രാഷ്ട്രം. അതിനെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈനിൽ ലീനിയറായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. നോർത്ത് ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിലും ഈ പ്രശ്നം വരുന്നത്, ഇപ്പം ഈ ക്രൈസ്തവരായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് പഠിച്ചു ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അത് കൂടുതലും അവിടുത്തെ എന്തെങ്കിലും ഒരു ലോക്കൽ വിഷയമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമായിരിക്കും. ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം അനുഭവമുള്ള ഒരു വിഷയം പറയാം. അതായത് അവിടെ ഈ പറഞ്ഞ പോലെയുള്ള ഒരു ക്രൈസ്തവ അദ്ദേഹം ഒരു പാസ്റ്ററാണ്. ആ പാസ്റ്റർ എന്തോ ഒരു വലിയ പീഡനം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ, യു പിയിലുള്ള ഒരു വിഷയമാണ്, എന്നെ അവിടുന്ന് വിളിച്ചു. അപ്പോൾ അവിടുത്തെ നമുക്കറിയാവുന്ന കുറച്ച് മലയാളികളാണ് വിളിച്ചത്. ഈ പാസ്റ്റർ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യനാണ്. ഞാൻ ആ വിഷയം ആദ്യമേ കണ്ടപ്പോൾ എനിക്കും തോന്നി വലിയ ഗൗരവമാണ്, പത്രത്തിലൊക്കെ വന്നു, വലിയ വാർത്തയാണ്. അപ്പം ആ പാസ്റ്ററെ തല്ലി, ഒരു ഹൈന്ദവനാണ് തല്ലിയത്, എന്തോ ഒരു വിഷയം ഉണ്ടായി. അപ്പം മീഡിയ കൊടുത്ത വാർത്ത ഈ രീതിയിലാണ്, അതായത് ക്രൈസ്തവ പീഡനം എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷേ വിഷയം പഠിച്ച് ചെന്നപ്പോഴാണ് പിന്നീട് അറിയാൻ സാധിച്ചത് ഇവർ തമ്മിലുള്ളൊരു ലാൻഡ് ഡിസ്പ്യൂട്ടാണ് യഥാർത്ഥ വിഷയം. ഈ ലാൻഡ് ഡിസ്പ്യൂട്ട് വർഷങ്ങളായിട്ട് കോടതി കിടക്കുന്നൊരു വിഷയം. ആ വിഷയത്തിനകത്ത് ആ കോടതിയിൽ കേസ് നടക്കുമ്പോഴും ഈ ക്രൈസ്തവനായിട്ടുള്ള പാസ്റ്റർ ആ സ്ഥലത്ത് അതിക്രമിച്ച് കയറുവോ, അവിടെ എന്തോ ചെയ്തു, അവരുടെ പശുവിനെ കൊണ്ട് കെട്ടുവോ, അങ്ങനെ എന്താണ് സംഭവം. അത് അവർ തമ്മിൽ വഴക്കായി, രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. പക്ഷേ മാധ്യമങ്ങൾ വാർത്ത വന്നത് എന്താണ്? ക്രൈസ്തവ പീഡനം. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം ഇന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ട്.
അതൊരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ തപ്പിപ്പോയി അതിനെ പർവ്വതീകരിച്ച് മാധ്യമങ്ങൾ ഉപയോഗിച്ച് പൊലിപ്പിച്ച് ഒരു വിഷയമാക്കിയെടുക്കാൻ. ഇപ്പോൾ ഛത്തീസ്ഗഡിലെ വിഷയം, കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ഇടപെട്ടൊരു വ്യക്തിയാണ് ഞാൻ. എല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമാണ്. ഇപ്പം ഛത്തീസ്ഗഡിലെ വിഷയം തന്നെ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഉണ്ടായി. അവർ ചില പ്രോട്ടോകോൾസ് പാലിക്കാതെ അവർ ഒരു കുട്ടികളുമായിട്ട് യാത്ര ചെയ്തു. അങ്ങനെ ചില വിഷയങ്ങളുണ്ടായി. ആ വിഷയത്തിൽ മാധ്യമങ്ങൾ എന്താണ് പോർട്രേ ചെയ്തത്? BJPക്കാരും RSSകാരും കൂടെ ചേർന്ന് അവിടെ ഈ കന്യാസ്ത്രീകളെ ആക്രമിച്ചു. അങ്ങനെയാണല്ലോ അത് മാധ്യമങ്ങളിലെല്ലാം വന്നത്. അന്വേഷിച്ച് ചെല്ലുമ്പോൾ എന്താണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ബജ്രംഗ് ദളിൽ നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തി, അത് ബജ്രംഗ് ദളുമായിട്ട് സഹകരിക്കാത്തത് കൊണ്ടും ഈ രീതികളോട് അത് ഇങ്ങനെയുള്ള ചില സംഘടനാ രീതികളിലൊന്നും പാലിക്കാത്തതുകൊണ്ട് ബജ്രംഗ് ദളിൽ നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തി, ആ വ്യക്തിയാണ് ഈ പരിപാടിക്ക് മുഴുവൻ നേതൃത്വം നൽകിയത്. അതിനകത്ത് സംഘമോ BJP ഒന്നും ഒരു ദൂരെ പോലും ഒരു ബന്ധമില്ല. വിവിധ ഹിന്ദു സംഘടനകളുണ്ട്, അതിന് എല്ലാം സംഘപരിവാറാണ്, എല്ലാ സംഘപരിവാറാണ് അങ്ങാക്കും. അതെ. ഈ വ്യക്തി, അതും തമാശ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വ്യക്തി സ്വന്തം സംഘടനയുടെ പേരിട്ടിരിക്കുന്നത് ബജ്രംഗ് ദൾ ബ്രാക്കറ്റിൽ പുള്ളിയുടെ പേര്. പുള്ളിയുടെ സംഘടന തുടങ്ങിയിരിക്കുക. അപ്പോൾ ബജ്രംഗ് ദൾ അപ്പം സ്വാഭാവികമായിട്ട് എന്നോട് ചോദിക്കും, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിക്കെതിരെ നിയമപരമായ നടപടി എടുത്തുകൂടെ? അതാണ് തമാശ. ഞാൻ അവിടുത്തെ ഹോം മിനിസ്റ്ററോട് ചോദിച്ചു, അപ്പോൾ ഈ വ്യക്തിക്കെതിരെ നിയമ നടപടി എടുത്തുകൂടെ എന്ന് ചോദിച്ചു. പറഞ്ഞു ഇതേപോലൊരു സമാനമായ വിഷയം പുള്ളി മറ്റൊരു ഹിന്ദു വ്യക്തിക്കെതിരെ ചെയ്തു. ഇപ്പം ക്രൈസ്തവനായിരുന്നു, നേരത്തെ ഹിന്ദു വ്യക്തിയായിരുന്നു ടാർഗറ്റ്. ആ വ്യക്തിക്കെതിരെ ഇങ്ങനൊരു സംഭവം ചെയ്തു, എന്തോ ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട്. എന്നിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ള വ്യക്തി അയാൾ ഈ വിഷയത്തിലും വീണ്ടും ജയിലിൽ പോകും, അത് വീണ്ടും വരും. ഇത് ഗുണ്ടകളാണ് ബേസിക്കലി. ഇങ്ങനെയുള്ള ഗുണ്ടകൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം BJPയുടെ തലയിൽ അടിച്ചു വെച്ചിട്ട് ഇത് BJPയും സംഘപരിവാറും സംഘപ്രസ്ഥാനങ്ങളും എല്ലാം കൂടെ ചേർന്ന് ക്രൈസ്തവരെ ആക്രമിക്കുന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കിയിട്ട് ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാലങ്ങളായിട്ടൊരു വലിയ ശ്രമം ഇവിടെയുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ ആളുകളുടെ മനസ്സിൽ പെട്ടെന്ന് ആ ഒരു വിഷം നിറയ്ക്കാനുള്ള ഒരു ഈസി ഒരു മീഡിയമാണ്. അതുകൊണ്ട് എന്താ, ഏതൊരു തെരഞ്ഞെടുപ്പ് വന്നാലും BJPക്കെതിരെ പറയാൻ ഇവർക്ക് ഈ ഒരൊറ്റ ആയുധമേ ഉള്ളൂ. BJP എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ പീഡിപ്പിക്കുന്ന ക്രൈസ്തവ വിരുദ്ധരായിട്ടുള്ള. അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ മനസ്സിലാവുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണ് എന്നുള്ളതെങ്കിലും കൃത്യമായിട്ടൊന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ അത്യാവശ്യം ജനങ്ങൾക്ക് മനസ്സിലാവും, ആളുകൾക്ക് മനസ്സിലാവും. അതായത് നെല്ലും പതിരും വേർതിരിച്ച് കാണിക്കത്തില്ല. ആരാണ് ചെയ്യുന്നത്, ആർക്കാണ് ഈ പീഡനം അനുഭവിച്ചത്, എന്താണ് യഥാർത്ഥ വിഷയം, ഇതൊരിക്കലും ചർച്ച ചെയ്യപ്പെടത്തില്ല. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയൊരു വിഷയം ജാതിയുടെ ആനുകൂല്യങ്ങൾ, പ്രാബല്യങ്ങൾ, ഇതറിയാമല്ലോ, നമുക്കറിയാമല്ലോ. ഇപ്പോൾ ദളിത് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ കൺവേർട്ട് ആയിപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റിയുള്ള ഏറ്റവും കൂടുതലുള്ള ട്രൈബൽ മേഖലയിലാണ് ഈ പ്രശ്നം. ട്രൈബൽ വ്യക്തികൾ കൺവേർട്ട് ആയിപ്പെട്ടതിന് ശേഷം അവരുടെ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയൊരു ചർച്ച തന്നെ പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ട്. ഒരു വ്യക്തി ക്രൈസ്തവനായി കഴിഞ്ഞാൽ ആ ആനുകൂല്യങ്ങൾ അതെങ്ങനെ വേണം, അതിനെ ഡിഫൈൻ ചെയ്യാൻ ഒരു നിയമം വേണം എന്നൊക്കെ പറഞ്ഞ് പല ചർച്ചകളുണ്ട്. പലപ്പോഴും ഈ കോൺഫ്ലിക്റ്റുകൾ വരുന്നത് ഈ ഒരു ചർച്ചയുടെ ബേസിസിൽ. അതായത് ഒരു സാധാരണ ട്രൈബൽ ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തി, ആ ട്രൈബൽ ഗ്രാമത്തിൽ താമസിക്കുന്ന വ്യക്തി പെട്ടെന്ന് കൺവേർട്ടായി. ആ കൺവേർട്ട് ആയതിനു ശേഷം ആ വ്യക്തിക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ച് ഗ്രാമത്തിലൊരു ചെറിയ കോൺഫ്ലിക്റ്റ് വരും. ഞാൻ പറയാൻ മനസ്സിലായില്ല. ആ കോൺഫ്ലിക്റ്റിനെ ചില സമയത്ത് കയ്യാങ്കളി വരെ പോകും. അത് ട്രൈബൽസ് ആണ്, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, അവരുടെ പരിമിതമായ അറിവ് വെച്ചൊരു കയ്യാങ്കളി വരെയൊക്കെ പോകും. ആ വിഷയം സത്യം പറഞ്ഞാൽ ഒരു ലോ ആൻഡ് ഓർഡർ വിഷയമാണ്. ആ ലോ ആൻഡ് ഓർഡർ വിഷയത്തെ എന്താ പറയുക, മതപരമായ വിഷയമായി മാറ്റിയെടുത്ത് മാധ്യമങ്ങൾ അതിനെ ഉടനെ ഹൈലൈറ്റ് ചെയ്ത് ഇത് ക്രൈസ്തവ പീഡനം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞൊരു നറേറ്റീവ് ബിൽഡ് ചെയ്ത് കേരളത്തിലുള്ളവരെ പേടിപ്പിക്കും. കാലങ്ങളായി നടന്നു വരുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിലും വരും, കണ്ടോണം. ഇനിയിപ്പം ഈ തെരഞ്ഞെടുപ്പിൽ BJP മുമ്പോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയം എന്താണ്? വികസിത കേരളം എന്ന രാഷ്ട്രീയം. നമ്മൾ മുമ്പോട്ട് വെച്ചിട്ടുള്ളത് ഇവിടെ റോഡ് വേണം, ഇവിടെ ഹൈവേ വേണം, ഇവിടെ നല്ല റെയിൽവേ സ്റ്റേഷൻ വേണം, ഇവിടെ നല്ല അടിസ്ഥാന സൗകര്യം വേണം, കുടിവെള്ളം ഇല്ലാത്തവൻ്റെ വീട്ടിൽ കുടിവെള്ളം എത്തണം, 70 വയസ്സ് കഴിഞ്ഞവന് ചികിത്സാ സഹായം ലഭിക്കണം, കുട്ടികൾ വിദേശത്തോട്ട് പോകുന്നതിന് തടയിടാൻ വേണ്ടിയിട്ട് ഇവിടെ തൊഴിൽ വേണം. ഇതൊക്കെ ചർച്ച അങ്ങോട്ട് ചെയ്ത് മുമ്പോട്ട് വരുമ്പം ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് ഉടനെ എന്തേ വരുന്നു, ക്രൈസ്തവ പീഡനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ സാധനം അടിച്ചുകൊണ്ട് ഇങ്ങ് വരും കോൺഗ്രസും. കണ്ടോണം, ഞാൻ പറഞ്ഞത് നോക്കി വെച്ചു. ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് ഉടനെ VD സതീശൻ അടക്കമുള്ളവർ ക്രൈസ്തവ പീഡനം എന്ന് പറയുന്ന ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരും. പക്ഷെ BJPയോട് വികസനത്തിന്റെ കാര്യത്തിൽ ഡിബേറ്റ് ചെയ്യണം എന്താ ഇവരെ മടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അത് മാത്രം ഡിസ്കസ് ചെയ്തില്ല. വികസനത്തിന്റെ വിഷയം ചർച്ച ചെയ്യാൻ മാത്രം ഇവർക്ക് തയ്യാറല്ല. ഈ കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് 10 വർഷമായിട്ട് ഭരിക്കുകയാണ് പിണറായി വിജയൻ. ഒരു വികസനത്തിൻ്റെ കാര്യത്തിൽ എന്താണ് ചെയ്തത്, എന്താണ് കുറവ്, ഇനി എന്താണ് ചെയ്യേണ്ടത്, ഒരു ചർച്ചയ്ക്ക് അദ്ദേഹം തയ്യാറാവും? ഇല്ല, തയ്യാറാവത്തില്ല. രാജീവ് ചന്ദ്രശേഖർ ഓപ്പണായിട്ട് പറഞ്ഞു, ശ്രീമാൻ VD സതീശനോടൊപ്പവും
ശ്രീമാൻ പിണറായി വിജയൻ വരുമെന്ന് അറിയത്തില്ല, അറ്റ്ലീസ്റ്റ് ഗോവിന്ദൻ മാഷെങ്കിലും ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ, ഒരു ഓപ്പൺ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് രാജീവ് ചന്ദ്രശേഖർ വെല്ലുവിളിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ വരാത്തത്? കാരണം വികസനത്തിൻ്റെ കാര്യത്തിൽ ഈ രണ്ട് കൂട്ടരും ഒരുപോലാണ്. ഇപ്പം UDFിൻ്റെ MLA ഉണ്ടെങ്കിലും LDFിൻ്റെ MLA ഉണ്ടെങ്കിലും രണ്ടിൻ്റെ അവസ്ഥ ഏകദേശം ഒരുപോലെ. ഇപ്പം അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ വികസനത്തിൻ്റെ കാര്യം വരുമ്പോൾ ഈ അവരെ കൊണ്ട് കൂടിയ കൂട്ടത്തില്ല എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. അവർക്ക് അതിനുള്ളൊരു കാഴ്ചപ്പാടോ അവർക്ക് അതിനുള്ള ചിന്തയോ, ഇപ്പം എൻ്റെ മണ്ഡലത്തിൽ തന്നെ, ഇപ്പോൾ തിരുവല്ല മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം അത് എന്താ പറയുന്നത്, ഞങ്ങളുടെ അവിടെ തിരുവല്ലയിൽ നിന്ന് മല്ലപ്പള്ളിക്ക് പോകുന്ന ഒരു റോഡുണ്ട്. അത് അവിടുത്തെ ഒരു മെയിൻ റോഡാണ്. അതായത് സത്യം പറഞ്ഞാൽ അത് മറ്റൊരു ജില്ലയിലേക്ക് തന്നെ പോകുന്ന റോഡാണ്. അതുവഴി ചേലക്കൊമ്പ് കടന്ന് കോട്ടയം ജില്ലയിലേക്ക് പോകുന്ന ഏറ്റവും മെയിൻ റോഡാണ്. അല്ലെങ്കിൽ അതുവഴി നേരെ പോയി കഴിഞ്ഞാൽ റാന്നിയുടെ ഭാഗത്തോട്ടൊക്കെ പോകാം, അങ്ങനെ പത്തനംതിട്ടയ്ക്ക് പോകാം. അപ്പം അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. ഞാൻ കഴിവത് ആ റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ മടിക്കുന്ന ആളാണ്. കാരണം ചാടി വേണം പോകാൻ. എൻ്റെ ഒരു നല്ല ദൂരമുണ്ട്, 10-12 കിലോമീറ്റർ കൂടുതൽ ദൂരമുള്ള റോഡാണ്. അതായത് ചെറുവിൽ നിന്ന് മല്ലപ്പള്ളി എത്താൻ മാത്രം. പിന്നെയുണ്ട് ആ റോഡ്, വളരെ നീളമുള്ള റോഡാണ്. ഇത് ചാടി വേണം പോകാൻ. ഇത് എന്നത്തെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ, ഒരു ഇടതുപക്ഷ അനുഭാവി തന്നെ പറഞ്ഞാണ്, ഇത്തവണ വോട്ട് ചോദിക്കാൻ പോകുമ്പം കഴിവതും MLAയുടെ ബന്ധുക്കളൊക്കെ ഈ റോഡിൻ്റെ 2 ദിവസമായിട്ട് താമസിക്കുന്നുണ്ട്, അവരുടെയൊക്കെ വീട്ടിൽ പോയി വോട്ട് ചോദിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവരൊക്കെ MLAക്ക് വോട്ട് ചെയ്യുന്നവരായിരിക്കുമല്ലോ. പറഞ്ഞു ചിലപ്പോൾ ഇത്തവണ ചിലപ്പോൾ MLAക്ക് വോട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. ഞാൻ ചോദിച്ചു എന്താ കാരണം? 20 വർഷമായിട്ട് MLAയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന റോഡാണ്. തിരുവല്ല MLAയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന റോഡ് പോലും നന്നാക്കാൻ സാധിക്കുന്നില്ല. ഒരു MLAക്ക് അതുപോലും കഴിയുന്നില്ല. തിരുവല്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായിട്ടുള്ള തിരുവല്ല മല്ലപ്പള്ളി റോഡ്, ചേലക്കൊമ്പ് പോകുന്ന റോഡ്, MLAയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന റോഡ്, ആ റോഡ് പോലും ശരിയാക്കാൻ കഴിയാത്ത MLA. അതും 5 വർഷം അല്ല, തുടർച്ചയായിട്ട് 20 വർഷമായിട്ട് MLA ആയിട്ടിരിക്കുന്ന വ്യക്തിക്ക് സ്വന്തം വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന റോഡ് പോലും ശരിയാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാണ്? എന്നെ കുറ്റപ്പെടുത്തരുത്. ഞാൻ ചോദിക്കുന്നത് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചോദ്യമല്ലേ. എന്നോട് കഴിഞ്ഞ 2 പതിറ്റാണ്ട്, ഒരു 2 പതിറ്റാണ്ടെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിച്ച് സ്കൂളിൽ പഠിച്ച് കോളേജിൽ പഠിച്ച് 1 വർഷം കൂടെ കഴിഞ്ഞാൽ കല്യാണപ്രായം എത്തേണ്ട ഇതിലാണ് നിൽക്കുന്നത്. അടുത്ത ജനറേഷൻ ഉണ്ടാക്കേണ്ട പ്രായത്തിലെത്തി നിൽക്കുന്ന ഒരു റോഡ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു തലമുറ മുഴുവൻ കാണേണ്ട റോഡല്ലേ ആ റോഡിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞത്. അതിന് മുട്ടിന്യായം പറയും, സ്ഥലം ഏറ്റെടുക്കാൻ പാടാണ്, അതാണ് ഇതാണ്. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഡൽഹിയിലൊക്കെ ആദ്യ കാലത്ത് ചെല്ലുമ്പം നോയിഡയിലൊക്കെ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ താമസിക്കുന്നത് കൊണോട്ട് പ്ലേസ് ആ ഭാഗത്തൊക്കെ ആയിരുന്നു. അവിടുന്ന് നോയിഡ പോകണമെന്നുണ്ടെങ്കിൽ മയൂർ വിഹാറൊക്കെ വഴിയുള്ളൊരു റോഡുണ്ട്, ഈ യമുന കടന്നിട്ടുള്ളൊരു റോഡ്. ഡൽഹി താമസിച്ചവർക്കറിയാം. ഒരു 20 വർഷം മുമ്പും 15 വർഷം മുമ്പൊക്കെ എന്ന് വെച്ചാൽ അതുവഴി പോകണമെന്ന് വെച്ചാൽ ഇടുങ്ങിയ റോഡ്, പൊട്ടിപ്പൊളിഞ്ഞ റോഡ്. അങ്ങോട്ട് പോകണമെങ്കിൽ ട്രാഫിക് ജാമിൽ ഒരു 2 മണിക്കൂർ കഷ്ടപ്പെട്ടാൽ അവിടെ എത്തും. ഞാൻ ഇന്ന് താമസിക്കുന്ന ആ റോഡിൻ്റെ അങ്ങേറ്റത്താണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 20-25 മിനിറ്റ് കൊണ്ട് സെൻട്രൽ ഡൽഹിയിൽ നിന്ന് അവിടെ എത്താൻ സാധിക്കും. ആ റോഡ് പണിഞ്ഞതിൻ്റെ അത്ഭുതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോവിഡിൻ്റെ സമയത്ത് തന്നെ തൊട്ട് മുമ്പോ മറ്റുമായിരുന്നു. ഞാൻ ആ റോഡിൻ്റെ പണി മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. പിന്നെ ആ സമയത്ത് എന്തോ ഇലക്ഷൻ വന്നു, ഞാൻ മറ്റേതോ സംസ്ഥാനത്ത് ഇലക്ഷൻ വർക്ക് ചെയ്യാൻ പോയി 6 മാസത്തേക്ക്. ഞാൻ തിരിച്ചു വരുമ്പോൾ റോഡിൻ്റെ പണി കഴിഞ്ഞു. അതായത് എക്സ്പ്രസ് വേ ആണ്, ചെറിയ റോഡല്ല, എക്സ്പ്രസ് വേ ആണ്, 8 വരിയോ മറ്റുള്ള എക്സ്പ്രസ് വേ ആണ്. ആ എക്സ്പ്രസ് വേ പണിയാൻ 6 മാസമോ 8 മാസമോ 1 വർഷം കൊണ്ട് കഷ്ടിച്ചെടുത്തിട്ടുള്ളൂ. അത് എത്ര കിലോമീറ്റർ ചോദിച്ചാൽ അത് മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 10-35 കിലോമീറ്റർ ദൂരമുണ്ട്. ഒന്ന് ആലോചിക്കണം. അതും ആളുകൾ തിങ്ങിപ്പാർത്ത് നിൽക്കുന്ന സ്ഥലമാണ്. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് ആ റോഡിരിക്കുന്ന ഭാഗത്തൊക്കെ അടുപ്പിച്ച് വീടുകളാണ്. ഡൽഹിയിലെ വീടുകൾ അറിയാമല്ലോ. ആ വീടുകളെ അവർ ഒരു ബഹളവും ഇല്ലാതെ സ്വസ്ഥമായിട്ട് ഒഴിപ്പിച്ച് അവർക്ക് കൊടുക്കേണ്ട കോമ്പൻസേഷൻ കൊടുത്ത് പറഞ്ഞു വിട്ടു. എന്നിട്ട് നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു റോഡ്, ആ റോഡൊന്ന് വീതിയും കൂട്ടണ്ടായിരുന്നു. ഒന്ന് പ്രോപ്പറായിട്ടൊന്ന് ടാർ ചെയ്ത് പ്രോപ്പറായിട്ടൊന്ന് പണിയെടുത്തൊന്ന് നല്ല റോഡാക്കാൻ പോലും MLAക്ക് സാധിച്ചില്ല. ഇതാണ് തിരുവല്ലയുടെ ഒരു നേരവസ്ഥ. കഴിഞ്ഞ ദിവസം എന്നോട് ഞങ്ങളുടെ മല്ലപ്പള്ളിയിലുള്ള ഒരു NRI പ്രവാസികളാണ്. അപ്പോൾ അവരെ കാണാൻ ചെന്നപ്പോഴത്തേക്ക് അമേരിക്കയിലൊക്കെ വർഷങ്ങളൊക്കെ ഒരു 10-30 കൊല്ലമായി ജീവിച്ചിട്ട് തിരിച്ചു വരുന്ന ഒരു ഫാമിലിയാണ്. അപ്പം ഞാൻ അവരെ കാണാൻ പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു, മക്കളെ ഈ തിരുവല്ലയിൽ ഞങ്ങൾ പോകുമ്പം ഞങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഞങ്ങൾ മടങ്ങി വരുമ്പോഴത്തേക്ക് തിരുവല്ല ഇങ്ങനെ മാറും, അങ്ങനെ മാറും, ഒരു മുഖച്ഛായ തന്നെ മാറും. ഞങ്ങളപ്പം വല്ലപ്പോഴൊക്കെ നാട്ടിൽ വരത്തുള്ളായിരുന്നു. 3 വർഷം കൂടുമ്പോൾ ആരെങ്കിലും കല്യാണത്തിനൊക്കെ വരും, പെട്ടെന്ന് പോകും. അതുകൊണ്ട് കാര്യമായിട്ടൊന്നും അറിയാനും പഠിക്കാനും സാധിച്ചില്ല. 30 വർഷം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ സെറ്റിലാവാൻ തിരിച്ചു വന്നപ്പോഴാണ് അവർ ആ വിഷമം അനുഭവിക്കുക. അവർ പറഞ്ഞത്, എങ്ങനെയാണോ തിരുവല്ല 30 വർഷം മുമ്പ് കിടന്നത്, ഇന്നും തിരുവല്ല അങ്ങനെ തന്നെ കിടക്കുകയാണ്, യാതൊരു മാറ്റവും ഇൻക്ലൂഡിങ് ദിസ് റോഡ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, ഒരു മാറ്റവും ഇല്ല. ഇതാണ് തിരുവല്ലയിലെ കഴിഞ്ഞ 20 വർഷം കൊണ്ടിട്ടുള്ള വികസനത്തിൻ്റെ മോഡൽ. അതുകൊണ്ട് അവർ ഇടതുപക്ഷക്കാർ ചോദിക്കത്തില്ല എല്ലാം ശരിയായി, ഇതാണ് ശരിയായത്. ഇവർ ഇതൊന്നും ചർച്ച ചെയ്യില്ല, നേരെ കമ്മ്യൂണൽ സാധനത്തിലേക്ക് മാത്രം. ഞാനതാ പറഞ്ഞത്. ഇപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ കണ്ടോണം, ഈ തിരുവല്ല ചേലക്കമ്പ് റോഡ് ചർച്ച ചെയ്യാനോ
ആനിക്കാട് ഒരു കുടിവെള്ള പദ്ധതി എത്രയോ വർഷമായിട്ട്. ആനിക്കാട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ ഉള്ള ഞങ്ങൾ തിരുവല്ല മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങേ അറ്റത്ത് അപ്പർ കുട്ടനാടും അങ്ങേ അറ്റത്ത് ഹൈറേഞ്ചുമാണ്. ഹൈറേഞ്ച് തുടങ്ങും, അവിടെ മലപ്രദേശം തുടങ്ങുകയാണ്. ആനിക്കാട് എന്ന് പറഞ്ഞൊരു വലിയ ഒരു മല ഏരിയ ആണ്. അപ്പം അവിടെ വെച്ചാൽ ഏറ്റവും മുകളിലൊക്കെ കുടിവെള്ളം എന്ന് പറഞ്ഞാൽ അതിരൂക്ഷമായ പ്രശ്നം. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം ചൂട് സമയമാണ്, ഈ വേനൽ സമയമാണ്. അവിടെ കുടിവെള്ളത്തിൻ്റെ ഏറ്റവും രൂക്ഷമായ പ്രശ്നം. അവിടെ കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പദ്ധതി, അത് ഒരു വലിയ ടാങ്കർ പണിഞ്ഞിട്ട് കാട് പിടിച്ച് കിടക്കണം. അതിൻ്റെ അവസ്ഥയുടെ വിഷമം തോന്നും. എന്നിട്ട് ജൽജീവൻ പദ്ധതി പ്രകാരം പല വീടുകളിലേക്കും പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട്, പക്ഷെ വെള്ളമില്ല. പൈപ്പ് മാത്രമേ ഉള്ളൂ, വെള്ളമില്ല. വെള്ളം പക്ഷേ ഇത് ചർച്ചയ്ക്ക് വരുമ്പം ചർച്ച ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ അവിടെ നിന്ന് ഹരിപ്പാടിന് പോകാൻ ഒരു ലിങ്ക് ഹൈവേ ഉണ്ട്, പുതിയതായിട്ട് നിരണം ഹരിപ്പാട് ലിങ്ക് ഹൈവേ. ഈ ലിങ്ക് ഹൈവേയുടെ പണി തുടങ്ങാൻ തുടങ്ങി എത്ര നാളായെന്നറിയോ? ആ പരിസരത്ത് താമസിക്കുന്നവർക്ക് ശ്വസിക്കാൻ പറ്റത്തില്ല, പൊടി മാത്രം. ഇതിൻ്റെ വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ വിഷയം ചർച്ച ചെയ്യത്തില്ല. ഞങ്ങളുടെ അവിടെ തിരുവല്ല ഒരു സ്റ്റേഡിയം ഉണ്ട്. തിരുവല്ല എന്ന് പറഞ്ഞാൽ നല്ല കായിക പാരമ്പര്യമുള്ളൊരു ഒരു സ്ഥലമാണ്. തിരുവല്ല പാപ്പൻ എന്ന് പറഞ്ഞൊരു വലിയ ഒളിമ്പ്യൻ അടക്കം പല ആളുകളും ഇതിൽ എന്താ പറയുന്നത്, ഒരു വലിയ കായിക പാരമ്പര്യമുള്ള സ്ഥലമാണ് തിരുവല്ല. ഒരു സ്റ്റേഡിയം ഉണ്ട്, ഒരു മുനിസിപ്പൽ സ്റ്റേഡിയം. ആ മുനിസിപ്പൽ സ്റ്റേഡിയം കണ്ടു കഴിഞ്ഞാൽ ആ സ്റ്റേഡിയം ഉണ്ടോ എന്ന് പോലും ആദ്യം സംശയം തോന്നുന്നു. കാരണം കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലം. അതേ ഹൈവേയുടെ സൈഡിൽ നോക്കിയാൽ കാണത്തുള്ളൂ, MC റോഡിൻ്റെ സൈഡിൽ നോക്കിയാൽ കാണത്തുള്ളൂ. ആ സ്റ്റേഡിയം ഒന്ന് നന്നാക്കാൻ പോലും ഈ ഒരു 20 വർഷം കൊണ്ട് സാധിച്ചില്ല. ഒന്ന് ആലോചിക്കണം. തിരുവല്ലയിൽ ഇപ്പം എല്ലാ MLA മാരും അല്ലെങ്കിൽ എല്ലാ ജനപ്രതിനിധികളും അവരുടെ എന്തെങ്കിലും ഞങ്ങളുടെ 10 വർഷത്തിൽ, ഞങ്ങളുടെ 5 വർഷത്തിൽ, ഞങ്ങളുടെ 15 വർഷത്തിലുള്ള ഫ്ലാഗ്ഷിപ്പ് സാധനങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുമല്ലോ. തിരുവല്ല MLAക്ക് അങ്ങനെ ഫ്ലാഗ്ഷിപ്പായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വലിയ പ്രൊജക്റ്റ് എന്നും പറഞ്ഞ് കാണിക്കാൻ അവിടെ ആകെപ്പാടുള്ളത് ഒരു ബൈപ്പാസ് പദ്ധതി മാത്രമാണ്. ആ ബൈപ്പാസിൻ്റെ അവസ്ഥ തിരുവല്ലയിൽ കൂടെ യാത്ര ചെയ്തവർക്കറിയാം, MC റോഡ് കൂടെ യാത്ര ചെയ്യുന്നവർക്കറിയാം. ആ ബൈപ്പാസ്, അത് ബൈപ്പാസ് എന്ന് വിളിക്കണമെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് അയച്ചു തന്നെയാണ്, ഇതിനെ തിരുവല്ല ബൈപ്പാസ് എന്നല്ല, തിരുവല്ലാത്ത ബൈപ്പാസ് എന്ന് വിളിക്കണം. കാരണം ആ ബൈപ്പാസിലേണ്ട ഒരു 6-7 സിഗ്നലാണ്. ആ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡെഡ്ലി ആയിട്ടുള്ള സിഗ്നലാണ്. ഇവിടുന്ന് റോഡുകൾ വന്ന് കയറുകയാണ്. ഇവിടെ ഇരിക്കുന്ന ആൾ ബ്ലൈൻഡ് സ്പോട്ടാണ്. അവിടുന്ന് വണ്ടികൾ വരുന്നത് ഒന്നും കാണത്തില്ല. വളരെ അശാസ്ത്രീയമായി പണിഞ്ഞ്, അതുകൊണ്ട് ഇപ്പോൾ ആരും ഇപ്പം ബൈപ്പാസിൽ കൂടെ പോകത്തില്ല, സിറ്റ് ടൗണിൽ കൂടെ തന്നെ പോകും. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ബൈപ്പാസ് കൊണ്ട് എന്ത് ഗുണമുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കുറേ ആളുകൾക്ക് സ്ഥലം പോയി, കുറേ ഇത് പോയെന്നല്ലാതെ. എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഇപ്പോൾ ജനങ്ങളിൽ, അതായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അടക്കം മാറ്റം ഉണ്ടാകുന്നുണ്ട്, അവർ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുണ്ട് എന്നല്ലേ നമ്മൾ കണക്കാക്കുക? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിനുമൊക്കെ, കാരണം തിരുവല്ലയിൽ വലിയ രീതിയിലുള്ള ക്രൈസ്തവ പോപ്പുലേഷനുണ്ട്, ഹൈന്ദവ പോപ്പുലേഷനുണ്ട്. ഈ 2 പോപ്പുലേഷനിലുള്ള ആളുകൾക്കും വികസനം വേണം, മാറ്റം വേണം എന്നുള്ള ഒരു വലിയ ആവശ്യം, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ വലിയൊരു ഇത്തവണ അങ്ങനെ ഒരു മാറ്റം വേണമെന്നുള്ളൊരു കൊടുമ്പിരി കൊണ്ടുള്ള ഒരു ചിന്ത ഇത്തവണ ഉണ്ട്. അതായത് ആത്യന്തികമായിട്ട് തിരുവല്ല ഇങ്ങനെ കിടന്നാൽ പോരാ. തിരുവല്ലയുടെ ഗതി ഇപ്പം MLA തന്നെ മുമ്പോട്ട് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇതിപ്പം ഇടതുപക്ഷത്തിൻ്റെ ലൈൻ ഉണ്ടല്ലോ, തുടരണം. ഞാൻ ചോദിക്കുന്നത്, ഈ ഗതി തുടരണോ? ഈ ഗതികേട് തുടരാം. ഈ ഗതി തുടരണോ എന്നുള്ളത് തിരുവല്ലയുള്ള ജനങ്ങൾ ആലോചിക്കണം. എന്താണ് തുടരേണ്ടത്? ഈ ഗതികേടാണോ തുടരേണ്ടത്? അതാണ് ഇത്തവണ തിരുവല്ല ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം. ഈ ഗതികേട് തുടരണോ? കാരണം എത്ര നാൾ ഇങ്ങനെ കഴിയാൻ സാധിക്കും? ആ ജനങ്ങളെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയിട്ട് എടുത്തിരിക്കുന്ന ചില ജനപ്രതിനിധികളുണ്ടല്ലോ, അങ്ങനെ ജനപ്രതിനിധികളുള്ള ഒരു നാടാണ് തിരുവല്ല. അതിനുള്ളൊരു വലിയ കാരണം കൂടിയുണ്ട് ഇതിനകത്ത്. ഏറ്റവും വലിയൊരു പ്രശ്നം ഇടതുപക്ഷം ചെയ്യുന്നത് മനസ്സിലാക്കും. കാരണം അധികാരത്തിൽ ഇരിക്കുന്നവരാണ്, അവർക്ക് അധികാരത്തിൽ പിടിച്ചിരിക്കാൻ വേണ്ടി അവർ ഇതും ചെയ്യും. ഇതിനൊരു കൺസ്ട്രക്റ്റീവ് ഒപ്പോസിഷൻ്റെ റോൾ എടുക്കേണ്ട UDFൻ്റെയും കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ്? എന്തുകൊണ്ടാണ് ഈ തിരുവല്ലയിലെ MLA പോലുള്ളവർ ജയിച്ചു പോകുന്നത് വീണ്ടും? കാരണം ഇവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കാൻ UDF ഉണ്ട് എന്നുള്ള ഒരു ശക്തി. കാരണം വികസനത്തിൻ്റെ ചർച്ച ചെയ്യുമ്പോൾ അതിനെ ടോർപ്പിഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷത്തെക്കാളും മുമ്പിൽ നിൽക്കുന്ന ആരും ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സാണ്. അവർക്ക് ഈ വികസനം ചർച്ച ചെയ്യേണ്ട, അവർക്കും കറങ്ങി തിരിഞ്ഞ് അവർക്ക് ജമാഅത്ത് ഇസ്ലാമി മതി. എല്ലാം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ജമാഅത്ത് ഇസ്ലാമി മാത്രം മതി കോൺഗ്രസ്സിന്. ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നമ്മൾ ജൽജീവൻ പദ്ധതി എന്തുകൊണ്ട് കേരളത്തിൽ കാര്യക്ഷമമായി നടക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ആശുപത്രികളിൽ എന്തുകൊണ്ട് മരുന്നുകളില്ല, അല്ലെങ്കിൽ നമ്മുടെ യുവാക്കൾക്ക് എന്തുകൊണ്ട് തൊഴിലുകളില്ല, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് വരുമ്പോഴത്തേക്ക് കോൺഗ്രസ് അത് തിരിച്ചു കൊണ്ടുവന്ന് ജമാഅത്ത് ഇസ്ലാമി മതേതരത്വമുള്ള പാർട്ടിയാണ്, ജമാഅത്ത് ഇസ്ലാമിയിൽ മതമില്ല, മതമാണ് പ്രശ്നമെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സെക്കുലാരിസം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അജണ്ടയും നറേറ്റീവായിട്ട് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് കോൺഗ്രസ് ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു പുരോഹിതനെ കാണാൻ പോയപ്പോൾ, ഒരു ക്രിസ്തീയ പുരോഹിതനെ കാണാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അതായത് ഇത്തവണ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് സംശയിക്കേണ്ട, അത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണമായിരിക്കും.
ജമാഅത്ത് അത് മുസ്ലിം ലീഗിൻ്റെ ലീഗ്, ഭരണമായിരിക്കും, അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. ഇത്തവണ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അത് ജമാഅത്ത് ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിൻ്റെയും ഭരണമാണ്, യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ. അങ്ങനെയുള്ളൊരു ഭരണം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അജണ്ട സെറ്റ് ചെയ്യുന്നത് ആ ഒരു ഐഡിയോളജിക്ക് അനുസരിച്ചായിരിക്കത്തില്ലേ? അതെ. ആ ഐഡിയോളജിയുടെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മതേതരത്വം സ്വന്തം പാർട്ടിയിൽ മതത്തിൻ്റെ പേര് വെച്ചിട്ട് മതേതരത്വം ഞങ്ങളാണ് ഏറ്റവും വലിയ മതേതര പാർട്ടി എന്ന് പറയുന്ന വിരോധാഭാസമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതെ. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിനകത്ത് തന്നെ ഒരു മതത്തിൻ്റെ പേരുണ്ടായിട്ട് ഞങ്ങൾ മതേതരവാദികളാണ് എന്ന് പറയുന്നവരാണ്. ഭാരതീയ ജനതാ പാർട്ടിയിൽ എന്തായാലും മതത്തിൻ്റെ പേരൊന്നും ഇല്ലല്ലോ. ഇല്ല, ഭാരതം മാത്രമേ ഉള്ളൂ. ഭാരതം മാത്രമേ ഉള്ളൂ. ഭാരതം എന്നുള്ള പേര് ഞങ്ങൾ മാറ്റാൻ പോകുന്നൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഭാരതം എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി. ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യമൊക്കെ ഭാരതം തന്നെയാണ്. ഭാരതം ഇങ്ങനെ നിൽക്കണമെന്നാണ് ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം. അത് ഒട്ടും വെള്ളം ചേർക്കത്തില്ല. പക്ഷേ ഈ പറഞ്ഞ ഞങ്ങൾ എങ്ങനെയാണോ, BJP എങ്ങനെയാണോ ഭാരതം എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റീവ്, ഭാരതം മുമ്പോട്ട് പോകണം, ഭാരതം വികസിക്കണം, ആ ഒബ്ജക്റ്റീവിൽ വെള്ളം ചേർക്കാത്തത് എന്ന് പറയുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമി, ആ ഇസ്ലാമി എന്ന് പറയുന്നതിനകത്ത് അവർ വെള്ളം ചേർക്കുമോ? അവർ ചേർക്കത്തില്ല. അവരെ സംബന്ധിച്ച് അവരുടെ എമീറുകൾ പല തവണ, അവരുടെ സ്റ്റേറ്റ് ഹെഡിനെ അവർ എമീർ എന്നാണ്, എമീറുകൾ പല തവണ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ സംബന്ധിച്ച് കോൺസ്റ്റിറ്റ്യൂഷനും ഡെമോക്രസിയും സെക്യുലറിസവും ഒക്കെ ഞങ്ങളുടെ മതം കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ മതം കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ശ്രീമാൻ VD സതീശനും കോൺഗ്രസ്സുകാരുമൊക്കെ ജമാഅത്തെ ഇസ്ലാമിയാണ് ഏറ്റവും വലിയ മതേതരവാദികൾ എന്നുള്ള നറേറ്റീവായിട്ട് ഇറങ്ങും. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ വികസനത്തിൻ്റെ പാവപ്പെട്ടവരുടെ വിഷയങ്ങളുടെ ചർച്ചകൾ ഇല്ലാതാവും. അതിനെ അവർ നശിപ്പിക്കും, അവരെ കൊല്ലും. എന്നിട്ട് ജമാഅത്ത് ഇസ്ലാമിയും ഈ പറഞ്ഞ മതരാഷ്ട്രവും ഈ പ്രീണനവും ഇതൊക്കെ തന്നെയായിരിക്കും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നം. കേരളത്തിലെ രാഷ്ട്രീയം നേരിടുന്ന ഏറ്റവും വലിയ അപജയം ഇവിടെയാണ്. ശരിയായ ചർച്ചയില്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് ഇടതുപക്ഷത്തെക്കാളും വലിയൊരു പ്രശ്നം കോൺഗ്രസ് ആണ്. എന്തുകൊണ്ടാണ് തിരുവല്ല പോലുള്ള സ്ഥലത്ത് വികസനം ഇല്ലെങ്കിലും MLAക്ക് ജയിച്ചു പോകാൻ സാധിക്കുന്നത്? കോൺഗ്രസ് കൊണ്ടാണ്, UDF കൊണ്ടാണ്. ഒരു വികസനവും വേണ്ട. ഈ അവസാനം വരുമ്പോഴത്തേക്ക് UDF വീടുകൾ കയറി തുടങ്ങും. നമുക്കിവിടെ വർഗീയവാദികളായിട്ടുള്ള BJP അകറ്റി നിർത്തണ്ടേ, നമുക്കിവിടെ ക്രൈസ്തവ പീഡനം നടത്തുന്ന BJPയെ എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് ഇറങ്ങും. അത് മാത്രമാണ് അവർ ഇലക്ഷനിൽ ചെയ്യാൻ പോകുന്ന ഒരു അജണ്ട. അവർ അതേ സമയത്ത് തിരുവല്ല ചേലക്കമ്പ് റോഡ് നന്നാക്കണ്ടേ, അല്ലെങ്കിൽ തിരുവല്ലയിലെ കുടിവെള്ളം കിട്ടണ്ടേ, തിരുവല്ലയിലെ യുവാക്കൾക്ക് നാട്ടിൽ തന്നെ നിൽക്കാൻ അവസരം വേണ്ടേ, തിരുവല്ലയിൽ ഒരു 10,000 യുവാക്കൾക്ക് തൊഴിൽ കിട്ടാനുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നുകൂടെ, തിരുവല്ലയിലെ സ്റ്റേഡിയം നന്നാക്കണ്ടേ, തിരുവല്ലയിലെ ബൈപ്പാസിൻ്റെ പ്രശ്നം പരിഹരിക്കണ്ടേ, തിരുവല്ലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ, ഏറ്റവും അധികം നെൽകർഷകരുള്ള ഒരു മേഖലയുണ്ട് ഞങ്ങളുടെ അവിടെ, നിരണം പെരിങ്ങര ഭാഗത്തൊക്കെ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണ്ടേ, തിരുവല്ലയിൽ എന്താ പറയുന്നത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണ്ടേ എന്ന് ചോദിച്ചുകൊണ്ടുള്ളൊരു ഒരു തവണ പോലും അവർ വീട്ടിൽ കയറത്തില്ല. അവർ കയറാൻ പോകുന്നത് മുഴുവൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അതാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള അപജയം ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് തന്നെയും ഇത്തവണ അതങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ BJP തയ്യാറല്ല. അതുകൊണ്ട് BJP വളരെ സ്ട്രോങ് ആയിട്ട് ഇത്തവണ വികസനം ചർച്ച ചെയ്യും. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാനോ അതിനകത്ത് വെള്ളം ചേർക്കാനോ ഞങ്ങൾ ഇത്തവണ ആരെയും സമ്മതിക്കത്തില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണ സബ്സ്ക്രിപ്ഷനായിട്ടാണ് ലഭിക്കേണ്ടത്. ഇത്തരത്തിലുള്ള വളരെ നിങ്ങൾക്ക് വേണ്ട വാർത്തകളെല്ലാം തന്നെ ചെയ്യുന്നത് ഇന്ത്യ ലൈവാണ്. മറ്റു മാധ്യമങ്ങൾ പറയാൻ മടിക്കുന്ന വാർത്തകളും ഇന്ത്യ ലൈവിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം ഒപ്പം അമർത്തുക. നിങ്ങൾക്ക് യഥാസമയം നമ്മുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങളുടെ ആശയങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവയെല്ലാം കമൻറ്റുകളായിട്ട് വീഡിയോയിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, വീഡിയോകൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.